രക്ഷാദൗത്യത്തിന് ഏറെ കരുത്താകുക നാളെ മുതൽ ബെയിലി പാലമാണ് എന്നുള്ളത് അല്പം മുമ്പ് സച്ചിൻ സംസാരിച്ചപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് സൈന്യം ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നിലവിൽ ഒറ്റപ്പെട്ടുപോയ മുണ്ടക്കൈ മേഖല അവിടേക്ക് ചൂരൽമലയിൽ നിന്നും ബെയിലി പാലം എത്തുന്നതോടുകൂടി കൂടുതൽ സംവിധാനങ്ങൾ JCB ഒപ്പം തന്നെ ഹിറ്റാച്ചി അടക്കമുള്ള യന്ത്ര സംവിധാനങ്ങൾ ഒപ്പം തന്നെ മറ്റ് ആധുനിക സംവിധാനങ്ങൾ ഇതൊക്കെയും മറുകരയിൽ എത്തിക്കാനാകും ബെയിലി പാലത്തിലൂടെ എന്നുള്ളതാണ് പ്രതീക്ഷ. വളരെയധികം ആകാംക്ഷയോടെ കരുതലോടെയൊക്കെ നമ്മൾ കാത്തിരുന്ന ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഒരു രാത്രിയും ഒരു പകലും കൊണ്ടാണ് സൈന്യം പൂർത്തിയാക്കിയത്. ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് റെജിമെന്റാണ് ഇതിന് നേതൃത്വം നൽകുകയും ചെയ്തത്. ബെയിലി പാലം പൂർത്തിയാകുന്നതോടുകൂടി എങ്ങനെയാകും നാളെ മുതലുള്ള രക്ഷാദൗത്യമെന്ന് പരിശോധിക്കുകയാണ് നമ്മൾ ഇനി. PV ജോഷില വിശദീകരിക്കും. ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിന് ഏറെ സഹായകമാകുന്ന ബെയിലി പാലം പണി പൂർത്തിയായിരിക്കുന്നു. 31 മണിക്കൂർ കൊണ്ടാണ് സൈനികരും നാട്ടുകാരുടെ സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ഈ പാലത്തിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഏകദേശം 24 ടണ്ണോളം ഭാരം ഇതിൽ കയറും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇനി നാളെ മുതൽ മുണ്ടക്കൈയിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി മറ്റ് പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏറെ ആശ്വാസകരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവിടെ താൽക്കാലികമായി നിർമ്മിച്ച ഒറ്റയടി പാതയിലൂടെ മാത്രമായിരുന്നു രക്ഷാപ്രവർത്തനം എല്ലാം തന്നെ നടത്തേണ്ടിയിരുന്നത്. ഒരാളെ എടുത്തുകൊണ്ടുവരുന്ന രീതിയിൽ, ആളുകൾ ചുമന്നുകൊണ്ടുവരുന്ന രീതിയിൽ മാത്രമായിരുന്നു രക്ഷാപ്രവർത്തനം സാധ്യമായിരുന്നത്. ഇപ്പോഴും മലവെള്ളം കുത്തിയൊലിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും നാളെ മുതൽ രക്ഷാപ്രവർത്തനം വളരെ സുഖകരമാകും എന്നുള്ളതാണ്. 192 മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. 24 ടണ്ണോളം ഭാരം ഇതിൽ കയറും. 100 സൈനികരും മറ്റ് നാട്ടുകാരും ചേർന്ന് ഉള്ള ഒരു വലിയൊരു ദൗത്യത്തിന്റെ ഒരു പൂർത്തീകരണമാണ് ഈ പാലം എന്ന് വേണം പറയാൻ. മദ്രാസ് എഞ്ചിനീയറിംഗ് വിഭാഗമാണ്, സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് 31 മണിക്കൂറിനകം ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ടാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. രാത്രി മഴയടക്കമുണ്ടായിരുന്നു. ഈ മഴയെയും പ്രതികൂല കാലാവസ്ഥയും അതിജീവിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നാളെ മുതൽ രക്ഷാദൗത്യം ഏറെ സുഖകരമായി നടക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മുണ്ടക്കൈ ഭാഗത്തു നിന്നും ഇന്ന് 3 മൃതദേഹങ്ങളും അതുപോലെ തന്നെ അട്ടമലയിൽ നിന്ന് 3 മൃതദേഹങ്ങളുമാണ് ലഭിച്ചത്. മാത്രമല്ല, ഇനി ജീവന്റെ തുടിപ്പ് ബാക്കിയുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ജീവന്റെ തുടിപ്പ് ബാക്കിയുണ്ടെങ്കിൽ അതൊരു പ്രതീക്ഷ കൂടിയായിരിക്കും. അത്തരത്തിലുള്ള ആളുകളെ കൂടി രക്ഷിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 1000-ലേറെ ആളുകളെ രക്ഷിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതും ഏറെ ആശ്വാസകരമാണ്. ഇത്രയും വലിയൊരു ദുരന്തത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്നു, ദുരന്ത മുഖത്തു നിന്നും രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറെ ആശ്വാസകരമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സൈന്യത്തിൻ്റെ ഒക്കെ നീക്കം വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ദുരന്തമുഖത്തിൻ്റെ ഏറ്റവും വലിയ ആശ്വാസകരമായ നേട്ടം എന്ന് പറയാനുള്ളത്. അത്രയും ആളുകളെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ കുറച്ചുകൂടി ആശ്വാസകരമായി ബെയിലി പാലം പണി പൂർത്തിയായിരിക്കുന്നു. ഇനിയുള്ള നാളുകളിലും ഈ പാലം ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രതീക്ഷ. എന്തായാലും അട്ടമലയിലേക്കും മുണ്ടക്കൈയിലേക്കുമുള്ള യാത്ര ഇനി സുഗമമായിരിക്കും. അതുപോലെ തന്നെ സൈന്യത്തിൻ്റെ ഹിറ്റാച്ചി അടക്കമുള്ള ആധുനിക യന്ത്രങ്ങളൊക്കെ തന്നെ ഇതിലൂടെ കടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചിരിക്കുന്നു. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ തന്നെ ഹിറ്റാച്ചിയും ആംബുലൻസും അടക്കമുള്ള വാഹനങ്ങൾ ഇതിലൂടെ കടന്നുപോയിരിക്കുന്നു. അതുപോലെ തന്നെ മന്ത്രിമാരെല്ലാം തന്നെ മുണ്ടക്കയം വരെ സന്ദർശിച്ച് തിരിച്ചു വന്നിരിക്കുന്നു. വീണ ജോർജ് അടക്കമുള്ള ആളുകൾ, മന്ത്രി OR കേളു അടക്കമുള്ള ആളുകൾ മുണ്ടക്കൈ വരെ സന്ദർശിച്ച് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇനി നാളെ മുതൽ രക്ഷാപ്രവർത്തനം സുഗമമാകും. രാത്രിയോടെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. കാലാവസ്ഥ വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നത്. നാളെ മുതൽ മുണ്ടക്കൈ ഭാഗത്ത് ആരെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ രക്ഷിക്കാനും, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ജീവന്റെ അംശം ബാക്കിയായിട്ടുണ്ടെങ്കിൽ എടുക്കാനും, അതുപോലെ തന്നെ മൃതദേഹങ്ങളൊക്കെ തന്നെ കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ളത്. എന്തായാലും ഈ പാലം കൊണ്ട് 31 മണിക്കൂറിനകം മനുഷ്യാധ്വാനം കൊണ്ട് നിർമ്മിച്ച ഈ പാലം അത് ഏറെ പ്രയോജനപ്രദമായി മാറും എന്നുള്ളതാണ് ഏറെ പ്രതീക്ഷയും. PV ജോഷിലാണ് വിവരങ്ങൾ നൽകിയത്. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് സൈന്യം ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നാളെയോടുകൂടി രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ കാര്യക്ഷമമായ വേഗം ബെയിലി പാലം നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.